എല്ലാ കൂട്ടുകാർക്കും അലീസ് വേയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി സ്പൈസി ആയിട്ടുള്ള സാൻഡ്വിച്ചാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഈ സ്പൈസി ആയിട്ടുള്ള ബ്രെഡ് സാൻഡ്വിച്ച്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന ഒരു സവോളേൻ്റെ പാതി ചെറുതായിട്ട് അരിഞ്ഞതും അതേപോലെ തന്നെ ചെറിയ പച്ചമുളകുമാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ തക്കാളി, പിന്നെ നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബ്രെഡിലോട്ട് ഓരോന്ന് വെച്ച് കൊടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാട്ടോ ഇതിന്. ഇനി നമുക്കൊരു തവ എടുക്കാം, അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യായിരിക്കും ഒഴിക്കുമ്പോൾ ഇച്ചിരി ടേസ്റ്റ് കൂടുന്നത്. അപ്പം നെയ്യ് ഇല്ലെന്ന് വെച്ചാൽ സാധാരണ വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും മതി. നമുക്കിതിലോട്ട് നമ്മൾ ബ്രെഡ് കയറ്റി വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിലോട്ടും കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് മൊരിഞ്ഞ് വന്നിട്ട് വേണം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിടുമ്പോഴും നമ്മൾ മുകളിൽ കൈ പ്രസ് ചെയ്തിട്ടേ വെക്കാൻ പാടുള്ളൂ. നമുക്കിതിൻ്റെ ഓരോ സൈഡിലും നെയ്യ് തൂത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ 3 ബ്രെഡ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് 3 ബ്രെഡ് ഇതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാ കൂട്ടുകാർക്കും ബൈ.